ജൂലൈ 21 ചാന്ദ്രദിനം. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ മനുഷ്യൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ട് 2020 ജൂലൈ 21 51 വർഷം പിന്നിടുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് 366 അടി ഉയരമുള്ള സാറ്റേൺ 5 എന്ന പടുകൂറ്റൻ റോക്കറ്റിൽ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്ന് ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ്. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ നിന്ന് ആംസ്ട്രോങ്, ആൽഡ്രിൻ എന്നിവർ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. 21 മണിക്കൂർ 31 മിനിറ്റ് സമയം അവർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ചു. ഈ സമയം കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ആംസ്ട്രോങ്ങിന് ശേഷം 11 പേർ ചന്ദ്രനിലിറങ്ങി. കൂടാതെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ നിരവധി ബഹിരാകാശ വാഹനങ്ങളും ഭൂമിയിൽ നിന്ന് അയച്ചു. നമ്മുടെ ചാന്ദ്രയാൻ പദ്ധതിയൊക്കെ ഇതിൽപ്പെടുന്നു. ബഹിരാകാശ യാത്രകൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് ഓർക്കാനും പഠിക്കാനുമുള്ള ദിനമാണ് ചാന്ദ്രദിനം. ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം നീൽ ആംസ്ട്രോങ് പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. അത് അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും ശാസ്ത്രജ്ഞർ ഗവേഷണത്തിലാണ് ചന്ദ്രൻ്റെ അജ്ഞാത മുഖം തേടി.